Good morning, everybody. Welcome back to Healthy Space YouTube channel once again. അച്ഛനും അമ്മയും അഥവാ ഉമ്മയും ബാപ്പയും എന്ന് പറയുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു പ്രധാന ഇടമാണ് അച്ഛനും അമ്മയും. ഇന്ന് നമ്മെ ഒത്തിരി സ്നേഹിക്കാൻ നമുക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ടാവും, അല്ലേ? അതൊക്കെ നമ്മൾ എന്തൊക്കെയോ ആയതിൽ പിന്നെയുള്ള കഥകളാണ്. നമുക്ക് ആരും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, അല്ലേ? നാം ഈ ഭൂമുഖത്തില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് മനസ്സറിഞ്ഞ് സ്നേഹിച്ച രണ്ട് വ്യക്തികളാണ് ഉമ്മയും വാപ്പയും അഥവാ അച്ഛനും അമ്മയും. ഇങ്ങനെ നമ്മെ മാത്രം സ്നേഹിച്ച, നമുക്ക് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് അച്ഛനും അമ്മയും, അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും എന്ന് പറയുന്നത്. ഈ അച്ഛനെയും അമ്മയെയുമാണ് ചിലപ്പോൾ നാം പണത്തിൻ്റെ പ്രാരാബ്ധത്തിൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് വൃദ്ധസദനങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നത്, അവർ ഒറ്റപ്പെട്ടു പോകുന്നത്. സാമ്പത്തികമാണ് അഥവാ പണമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണമെന്ന് എനിക്കറിയാം. മണി ഈസ് ദ ഫണ്ടമെൻ്റൽ പ്രോബ്ലം ഓഫ് എവറിത്തിങ്. പണത്തിന് വേണ്ടി മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നോക്കാതെ, അവരുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് അസൂയപ്പെടാതെ, അവർ വന്ന വഴിയെ നാം മനസ്സിലാക്കി നാമും ഉയർച്ചയിലേക്ക് എത്താനുള്ള വഴികളാണ് നാം തേടേണ്ടത്. ഇന്നത്തെ കാലത്ത് പൈസയുള്ളവൻ എന്ത് പറഞ്ഞാലും അത് ജനങ്ങൾക്കിടയിൽ ശരിയാണ്. എന്നാൽ പൈസയില്ലാത്തൊരു പാവപ്പെട്ടവൻ നല്ല ബുദ്ധിശാലിയാണ്, നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹം എന്ത് സമൂഹത്തിനിടയിൽ പറഞ്ഞാലും അത് 100% തെറ്റാണ്. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, പൈസയില്ലാത്തവൻ ശബ്ദമില്ലാത്തവനാണ്, അവൻ ഊമയെ പോലെയാണ്. അവന് മിണ്ടാൻ കഴിയില്ല ജനങ്ങൾക്കിടയിൽ. ഇന്ന് പൈസയാണ് സമൂഹത്തിലെല്ലാം. അതുകൊണ്ടാണ് നാം വലുതായി വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോൾ നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ അറിഞ്ഞ് സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നീ പൈസ ഉണ്ടാക്കടാ, നിൻ്റെ കാലം നീ വെറുതെ കളയല്ലേ, നീ ഉപയോഗപ്പെടുത്തി എന്ന് മാതാപിതാക്കൾ നമ്മോട് പറയുന്നത് അതുകൊണ്ടാണ്. എത്ര സ്നേഹമുള്ള ആളുകളാണെങ്കിലും ശരി, സ്വന്തം മക്കളാണെങ്കിലും ശരി, നിങ്ങളിടത്ത് പൈസയില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നീ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മുടെ ഈ യുവത്വം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ നല്ല സമ്പത്ത് സംഭരിക്കാനൊക്കെ ആയിട്ട് നാം നന്നായി ചിലവഴിക്കുക. താങ്ക് യു.